ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻജോയ് ലൈഫ് മീഡിയയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ. നിങ്ങളുടെ സപ്പോർട്ട് തുടർന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കൂടെ ഉണ്ടാവണം. നിങ്ങളുടെ ലൈക്കായിട്ടും ഷെയർ ആയിട്ടും കമന്റ്സ് ആയിട്ടൊക്കെ അത് ഞങ്ങളെ അറിയിക്കണം. അപ്പൊ ഇന്ന് ഞാനൊരു വെജിറ്റേറിയൻ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇന്ന് നമ്മളൊരു പാവയ്ക്ക സബ്ജിയാണ് ചെയ്യുന്നത്. പാവയ്ക്ക കൊണ്ട് അധികം കയ്പൊന്നും ഇല്ലാത്ത വളരെ ടേസ്റ്റി ആയിട്ടൊരു സബ്ജിയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഉറപ്പാണ്. അപ്പൊ നമുക്ക് വീഡിയോ കാണാം. നമ്മൾ പാവയ്ക്ക ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ. അതായത് ഈ അകത്തുള്ള അതിന്റെ കുരുവും സാധനങ്ങളൊന്നും നമുക്ക് വേണ്ട. ഇതേപോലെ അരിഞ്ഞെടുക്കുക. ഒരു സ്ലൈസറിൽ വെച്ച് കട്ട് ചെയ്യുവാണെങ്കിൽ കറക്റ്റ് ആയിട്ട് കിട്ടും. അതിനെ കട്ട് ചെയ്യാൻ കുറച്ച് നമുക്ക് കിട്ടും, പെട്ടെന്ന് വേവുകയും ചെയ്യും. അപ്പം എപ്പോൾ എടുത്താലും നമ്മൾ കുരു കളഞ്ഞിട്ട് മാത്രമേ പാവയ്ക്ക എടുക്കാവൂ, അല്ലെങ്കിൽ ഭയങ്കര കയ്പായിരിക്കും. അപ്പൊ ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് പാവയ്ക്ക സബ്ജി തയ്യാറാക്കാനായിട്ട് ഞാനൊരു ഇരുമ്പ് ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. നല്ല ചുവട് കട്ടിയുള്ളൊരു ഇരുമ്പേടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് എണ്ണ മതി, ഒരുപാടൊന്നും വേണ്ട. നമ്മൾ എടുക്കുന്ന പാവയ്ക്ക് അനുസരിച്ച് കേട്ടോ. വറുത്തൊന്നും എടുക്കാനില്ല, ജസ്റ്റ് ഒന്ന് വഴറ്റ്. ആ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ സബ്ജി അല്ലേ, അപ്പം നമ്മുടെ നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. അപ്പം നമ്മൾ കടുക് ഉപയോഗിക്കേണ്ട. അതിന് പകരം നമ്മൾ ജീരകം എടുക്കുക. ഒരല്പം ജീരകം ഒന്ന് പൊട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ജീരകം, പിന്നെ കുറച്ച് വെളുത്തുള്ളി. ഇത്രയും സാധനങ്ങളാണ് ഞാനിപ്പോൾ എണ്ണയിലോട്ടൊന്ന് ഇടാൻ പോകുന്നത്. ആ എണ്ണ ഒന്ന് ചൂടാവട്ടെ, എന്നിട്ട് നമുക്ക് ജീരകം ഇട്ട് കൊടുക്കാം. അപ്പം എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് ആ ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നാൽ മതി. ആ സമയം കൊണ്ട് നമ്മൾ എടുക്കേണ്ടത് സവോളയാണ്. 2 സവോള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത്. സവോള എടുത്തോണ്ട് നമ്മുടെ പാവയ്ക്കയുടെ കയ്പൊന്ന് കുറയും. അതിന്റെ കൂടെ ഒരു 3 പച്ചമുളകും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതുകൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള ജസ്റ്റ് ഒന്ന് വഴറ്റി എടുത്തിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പാവയ്ക്ക അതിലേക്ക് ഇട്ട് കൊടുക്കാം. പാവയ്ക്ക ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇത് ഇന്തുപ്പ് പൊടിച്ച് വെച്ചതാണ് കേട്ടോ, സാധാ ഉപ്പല്ല, ഇന്തുപ്പാണ്. ഉപ്പും കൂടിയിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഒന്ന് ഇളക്കിയിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഈ പാവയ്ക്ക വേവാൻ കുറച്ച് സമയം എടുക്കും, നല്ല വേവുണ്ട്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇനി നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. പാവയ്ക്ക് നമ്മൾ മൂടി വെച്ചിട്ട് വേവിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് സമയമായിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. പാവയ്ക്കൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പം അടുക്കി പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇടയ്ക്ക് ഒരു വട്ടം ഒന്ന് നോക്കിയാൽ മതി. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ പാവയ്ക്ക. ഇനി നമുക്കതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ചേർക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു തക്കാളി ഇട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് പൊടികൾ കൂടി ചേർക്കാനുണ്ട്, നമുക്ക് അത് കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ പൊടികളായിട്ട് നമ്മൾ ചേർക്കുന്നത് മുളക് പൊടി, മല്ലിപ്പൊടി, ഇത് ഗരം മസാല, എല്ലാം ഒരു 1/2 ടീസ്പൂൺ വെച്ചിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ തക്കാളി
തക്കാളിയും മസാലകളൊക്കെ ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഇച്ചിരി ഉപ്പ് കുറവാണ്, ഞാൻ കുറച്ചും കൂടി ചേർക്കുന്നുണ്ട്. ലാസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഫൈനലായിട്ട് നമുക്ക് കുറച്ച് മല്ലിയില കൂടി ഇതിന്റെ മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. നമ്മുടെ സിമ്പിൾ പാവയ്ക്ക സബ്ജി തയ്യാറായിട്ടുണ്ട്. അധികം കയ്പൊന്നുമില്ല, നല്ലൊരു ടേസ്റ്റാണ്. നമുക്ക് ചോറിന്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും കേട്ടോ. കിടിലൻ ടേസ്റ്റാണ്. ഒരു പ്രത്യേക ഗരം മസാലയൊക്കെ ഒരു മണം വരുന്നുണ്ട്. അപ്പൊ എല്ലാവരും ചെയ്ത് നോക്കാം. അപ്പൊ നമ്മുടെ പാവയ്ക്ക സബ്ജി എല്ലാവരും കണ്ടല്ലോ, എങ്ങനെയുണ്ട്? നന്നായിട്ടില്ലേ? അധികം കയ്പൊന്നും ഉണ്ടാവത്തില്ല. നമുക്ക് ചോറിന്റെ കൂടെയോ അല്ലെങ്കിൽ വേറെ എന്തിന്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും, അധികം എരിവൊന്നും ഉണ്ടാവില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.